ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ചങ്ങായിൻ്റെ കുട്ടീൻ്റെ പാൽ കൊടുക്കലും പേര് വിളിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടില്ല കേട്ടോ. നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറം തന്നെയാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. പക്ഷെ ഞാൻ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നടന്നിട്ടാണെങ്കിൽ വയൽ കടന്നിട്ട് പോകണം. അപ്പോൾ അങ്ങോട്ട് റോഡില്ല. പിന്നെ കുറച്ച് ചുറ്റിയിട്ട് പോയാൽ അവൻ്റെ വീട്ടിലെത്തും കേട്ടോ. അമ്മമ്മേ, ഞാനില്ലേ ദിവ്യൻ്റെ കുട്ടീൻ്റെ പാൽ കൊടുക്കലാണ്. ഞാൻ പോയിട്ട് വരട്ടെ. അമ്മമ്മേ പോയിട്ട് വരട്ടെ. ഒരു ടാറ്റ വരാം. ടാറ്റ ഇവർക്ക് ടാറ്റ കൊടുത്താട്ടെ. ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുക്ക്. അമ്മമ്മ ടാറ്റ പറയുന്നുണ്ട് കേട്ടാ. കാക്കയാ കാക്ക ടാറ്റ പറയുന്നുണ്ട്. അടുത്ത് ടാറ്റ പറഞ്ഞാട്ടെ. അപ്പോൾ ശരി, എന്നാൽ ഞാൻ അടുത്ത് കാണിച്ചേ. അങ്ങനെ ഞാൻ നമ്മളെ ചങ്ങാൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി വന്നിട്ടുണ്ട്. 2-3 ആൾക്കാരും കൂടി വരാനുണ്ട്. അപ്പോൾ നമ്മൾ പോകും കേട്ടോ. ആ കാണുന്ന അവൻ്റെ വീട്. ഇത് നമ്മളെ ഷാക്കിർ, ഇവനാണ് വണ്ടീൻ്റെ സാരഥി കേട്ടോ. നോക്കാം ഇവിടെ ആണെന്നല്ലേ. ഇതാ ചങ്ങായി കേട്ടോ. ഇവൻ്റെ കുട്ടീൻ്റെ പാൽ കൊടുക്കലാണ്. എന്നിട്ട് മുഹൂർത്തം എത്ര മണിക്കാ? 10:30 to 10:45 മുഹൂർത്തം. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ 9:30 ആയി. നമ്മൾ ഇവിടുന്ന് വിടാൻ നോക്കുന്ന കേട്ടോ. നമ്മൾ കാറിലാണ് കേട്ടോ. അവർ വേറെ വണ്ടി പോയി, നമ്മൾ കാറിൽ കേട്ടാ. ഒരു ഹായ് പറയൂ. ഹായ്. പാല് കൊടുക്കൽ ചടങ്ങ് നടക്കുന്നത് ദിവ്യയുടെ വൈഫായ അൽനയുടെ വീട്ടിൽ വെച്ചാണ്. അൽനയുടെ വീട് ചാലോടിനടുത്തുള്ള മുട്ടന്നൂരാണ്. നമ്മളങ്ങനെ ഇവിടെ എത്തി കേട്ടോ. വീടിൻ്റെ അടുത്തെത്തി. തൊട്ടപ്പുറം തന്നെ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് വീട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാൽ കൊടുക്കലെല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചായ കുടിക്കലാട്ടോ. നമ്മളപ്പോട്ടെ കുട്ടീനടുത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. വാവ ഉറക്കല്ലേ? ഉറക്ക് പോയല്ലേ? ഇത്ര സമയം നല്ല ഉറക്കാനു. ഇപ്പൊ ഉറക്കം ഞെട്ടിയിട്ടുണ്ട്. അപ്പോട്ടാ ബിരിയാണി എങ്ങനെയുണ്ട്? വിജയേട്ടാ ചൂടുണ്ടാ? വേർത്തോടങ്ങിയല്ലോ വിജയേട്ടാ. എടാ എല്ലാം നീ ആദ്യം കഴിക്കാൻ പാടില്ലല്ലോ. നമ്മളെ എല്ലാവരും കഴിക്കാണെങ്കിൽ നീ കഴിക്കല്. നീ ലാസ്റ്റ് കഴിക്കാൻ പാടുള്ളൂ. ദിവ്യനെ കൂട്ടിയിട്ടില്ല? സിനിമ തേച്ചെന്നുണ്ട്. അടിപൊളി തന്നെ. ഭാവി ഉറക്കുന്നുണ്ടല്ലേ? നീ ആ ഗ്യാപ്പിൽ ചോറ് കഴിക്കുന്നല്ലേ? കഴിക്ക്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചങ്ങായിമാരുണ്ട്.
നമ്മളങ്ങനെ ചോറെല്ലാം കഴിച്ച് നല്ല അടിപൊളി ബിരിയാണിയെല്ലാം കഴിച്ച് നമ്മൾ തൊട്ടിപ്പുറം ഒന്ന് ജസ്റ്റ് കാറ്റുവെള്ളം അയച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ കേട്ടോ. നല്ല ചൂടാണ്, വെയിൽ കുറവാണ് പക്ഷെ നല്ല ചൂടുണ്ട്, നല്ല മഴക്കാറിലുണ്ട്. അവരെ വീടിൻ്റെ തൊട്ടിപ്പുറം തന്നെ ചെറിയൊരു പറമ്പാട്ടത്, അടിപൊളി സ്ഥലം കേട്ടോ. അധികം വീടൊന്നുമില്ല, ഒരു 5-6 വീടേ ഉള്ളൂ. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ 2 ചങ്ങായിമാരുണ്ട്, അപ്പുവാട്ടനും റിജേഷ് ആട്ടനും. ഇവിടെ കുറച്ച് ഏച്ചുമാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ, തൊഴിലുറപ്പാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവരോടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇതാ ഒരു 3 ഏച്ചുമാറുണ്ട്. ഏച്ചി ചോറ് കഴിച്ചാ? ആയില്ലേ, സമയമായില്ലേ? എന്നിട്ട് പാമ്പുണ്ട് നോക്കണം കേട്ടാ. 1 മണി ആവാനായപ്പാ. ഇപ്പം എല്ലായിടത്തും പാമ്പല്ല, അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെന്നാ 3 ആളില്ല, വേറെ ആരില്ല? ഇതാ തോലുറപ്പല്ലേ? എന്നിട്ട് ചൂടല്ലേ? പക്ഷെ ഇപ്പം വെയിൽ കുറവുണ്ടല്ലേ? വെയിൽ കുറച്ച് കുറവില്ലേ? മഴക്കാറ്. നിങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാ? അടുത്തന്നെ. ആ അതല്ലേ, തോട് വൃത്തിയാക്കലല്ലേ? മഴക്കാലത്ത് വെള്ളം ഒഴുകുന്നവ. ആ നമ്മുടെ അടുത്ത് തോലോ അമ്മ പോയിട്ടുണ്ട് 2 ദിവസമായി. ഇപ്പം 2 ദിവസമായി തുടങ്ങിയിട്ട്. ഇത് പട്ടന്നൂരാ, കൂടാളി പഞ്ചായത്തില്ലല്ലേ? എന്നിട്ട് നിങ്ങൾ കുറേ ദിവസമായി പണി തുടങ്ങിയിട്ട്? ഒരാഴ്ച കഴിഞ്ഞല്ലേ? ഇവിടെ നിന്ന് കുളമുണ്ടോ? ചെറിയൊരു കുളമുണ്ട്. ആമയുണ്ടോ? ആമയെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓ അടിപൊളി സ്ഥലം. നിങ്ങൾ നമ്മൾ യൂട്യൂബിലേക്ക് ഇടാം, എല്ലാവരും കാണിട്ട് അല്ലേ? തൊഴിലുറപ്പിൽ ഏച്ചുമാർ പണിയെടുക്കുന്ന കാണിട്ട്. പേരെന്താ ചേച്ചിന്റെ? ശാന്ത. ചേച്ചിന്റെ? കമലാക്ഷി. ഇത് കുറച്ച് അമ്മാമ്മ ആയിനേട്ടാ, ഇത് കുറച്ച് പഴക്കായിന്. എന്നാ പേര്? യശോദ ചേച്ചി. അടിപൊളി. അപ്പോൾ നോക്കി എടുക്കട്ടോ പണിയല്ലോ. പാമ്പിന് മാത്രം നോക്കിയായി, വേറെ നോക്കണ്ട, പാമ്പിന് നോക്കിയാൽ മതി. ഇപ്പം എല്ലായിടത്തും പാമ്പല്ലേ? കുരങ്ങും മയിലും. അപ്പോൾ അവിടെ ചോറ് വെച്ചാൽ ക്ഷീണം മാറാൻ വേണ്ടിയിട്ടല്ലേ? ബിരിയാണി കഴിച്ചുകൊണ്ട് ഒരു നടത്തം നല്ലതാ. നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഏച്ചുമാർക്ക് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാ കള്ളുണ്ടാ കുടിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നമുക്കില്ല, ഇത് നമ്മളായിക്കട്ടെ. ഇവർ പറയുന്ന കഞ്ഞീൻ്റെ വെള്ളാന്ന് ഇവർ പറയുന്നത്, എനക്കറിയില്ലേ. കള്ളാ തോന്നുന്നു, രാവിലെ ഷാപ്പ് പോയിട്ട് കള്ളു കൊണ്ടുവന്നു അല്ലേ? കഞ്ഞീൻ്റെ വെള്ളം കേട്ടാ. ഞാൻ പറഞ്ഞിട്ട് ഇവരിതാക്കണേ, തമാശക്ക് പറഞ്ഞതാണ്. പിന്നെ രസന വെള്ളം, ഇതൊന്നും രസന വെള്ളമല്ലേ? നല്ല വെള്ളം, അടിപൊളി. ചൂടല്ലേ? അപ്പോൾ ഏച്ചുമാർ വെള്ളമെല്ലാം കൊണ്ടുവന്നിട്ട് കുടിക്കലാന്ന്. അതല്ലേ? ഉച്ചക്ക് ചോറേക്കാൻ വീട്ടിൽ പോക്കാ? കൊണ്ടുവരുത്തുണ്ടാ? അവർ വീട്ടിലവിടെ കൊണ്ടുവച്ചിട്ട് ആടുന്ന എല്ലാവരും കൂടി അപ്പുറം കഴിക്കുക. എത്ര ആൾക്കാരുണ്ട് മൊത്തം? 23 ആള്. തൊഴിലുറപ്പിൽ 23 ആൾക്കാരുണ്ട്. കുട്ടി ആടെ പാൽ കൊടുക്കൽ വന്നിട്ടുണ്ടോ അല്ലേ? മൊത്തം 23 ആളുണ്ട് പോലും. അപ്പോൾ പാൽ കൊടുക്കൽ ചടങ്ങായതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഇവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് 3 ആളുണ്ട്, ഇനി കുറേ അങ്ങോട്ടുണ്ട് പോലും കേട്ടോ, കുറേ ആൾക്കാർ. അപ്പോൾ നമ്മൾ പോവാം. നമ്മൾ ജസ്റ്റ് കളിലും കാണാൻ വെച്ചോ. അപ്പോൾ ഓക്കെ, ബൈ. നമ്മളെ 3 ഏച്ചുമാരെയും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ 3 ഏച്ചുമാർ, തൊട്ടപ്പുറം 3 ഏച്ചുമാറുണ്ട്. അവരോട് സംസാരിച്ച് നമ്മൾ പോകുമ്പോൾ ഇതാ 3 ഏച്ചുമാരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. സെൽഫി അല്ല, വീഡിയോ. എന്നിട്ട് സുഖമല്ലായിരിക്കും? ചൂട് കുറവുണ്ടോ? എങ്ങനെയാണ് അവസ്ഥ? ചൂട് കൂടുതലാണല്ലേ? അതെ. എത്രയും പെട്ടെന്ന് മഴ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചൂട് കൂടിക്കൂടി വരുന്നുണ്ട്, മഴക്കാറുണ്ട്. പക്ഷെങ്കിൽ എന്തായാലും മഴ പെയ്യട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിലെല്ലാം ചൂട് തന്നെയാണ്. ബാക്കിയില്ല ആളെടുത്തു പിന്നെ അങ്ങോട്ടുണ്ടോ? കുറേ ആൾക്കാർ ഇതിന് അപ്പുറം ഉണ്ട് കേട്ടോ. അപ്പോൾ ഏച്ചിനെ വരുന്ന മെന നാളിനി ഏച്ചി നല്ല ചിരിയുണ്ടല്ലോ. സീനേച്ചി അടിപൊളി. എന്നാ ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന കേട്ടോ. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. ഇനി വീട്ടിലെ കുറച്ച് ആൾക്കാരെ ഫുഡ് കഴിക്കാനല്ലോ, അവരിങ്ങനെ കഴിക്കുന്നുണ്ട്. സമയം ഏകദേശം 1:30 ആവാനായിട്ടാ. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോക്കാട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടി കയറുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.